ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്റർ റിവൈസ് ചെയ്യുകയായിരുന്നു. ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യുന്ന ടോപ്പിക് ഇതാണ്: കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അതായത് യൂണിഫോംലി ആക്സലറേറ്റഡ് ആയിട്ടുള്ള അഥവാ ഒരേപോലെ ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കോൺസ്റ്റൻ്റായിട്ട് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക. അപ്പോൾ പാഠഭാഗത്ത് ഈ ടോപ്പിക്ക് വരുന്നത് ഇങ്ങനെയാണ്: മേൽ പറഞ്ഞതുപോലെയുള്ള യൂണിഫോംലി ആക്സലറേറ്റഡ് ആയ ഒരു ഒബ്ജക്റ്റിൻ്റെ വി ടി ഗ്രാഫ് വേണം. ആ വി ടി ഗ്രാഫിൽ നിന്നുമാണ് എന്ത് കണ്ടെത്തേണ്ടത്? കൈനമാറ്റിക് ഇക്വേഷൻസ് കണ്ടെത്തേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് പല വർഷങ്ങളിൽ പല രൂപത്തിൽ ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ്. 3 ഡെറിവേഷനുകളാണ് ഇത് ഈ ടോപ്പിക്കിൽ ഉൾക്കൊള്ളുന്നത്. നമ്മളെപ്പോൾ പഠിച്ചാലും ഈ 3 ഡെറിവേഷനുകളും ഒരേ സമയത്ത് പഠിക്കണം, ബാക്ക് ടു ബാക്ക് ആയിട്ട് പഠിക്കണം. എങ്കിലേ നമുക്കത് മനസ്സിൽ നിൽക്കത്തുള്ളൂ, തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാവും. സമയം കളയാതെ നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം. നമ്മുടെ കണ്ടീഷൻ ഇതായിരുന്നു: യൂണിഫോംലി ആക്സലറേറ്റഡ് ഒബ്ജക്റ്റ്, അല്ലേ? നമ്മുടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുകയാണ്? യൂണിഫോം ആക്സലറേഷനാണ്. അതവിടെ നിന്ന് എഴുതുകയാണ് കേട്ടോ. യൂണിഫോം ആക്സലറേഷൻ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാറ്റസ് ഇതാണ്, യൂണിഫോംലി ആക്സലറേറ്റഡ് ആണ്. ഇനി നമുക്ക് വി ടി ഗ്രാഫാണ് വേണ്ടത്. അപ്പോൾ വി ടി ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, മാർക്കിങ്സ് കൊടുക്കാം. ദിസ് ഈസ് എക്സ് ആക്സിസിലുള്ളത് ടൈമാണ്. ദിസ് ഈസ് വൈ ആക്സിസിലുള്ളത് വെലോസിറ്റിയാണ്. ഇതൊരു വി ടി ഗ്രാഫാണ്. ഈ വി ടി ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, യൂണിഫോംലി ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വി ടി ഗ്രാഫ് ലുക്സ് ലൈക്ക് എ സ്ട്രൈറ്റ് ലൈൻ. അതെങ്ങനെ മനസ്സിലായി എന്നൊരു ചോദ്യമുണ്ട്. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. ഇത് നമുക്കറിയാം, ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആക്സലറേഷൻ തന്നെയാണ്. നമുക്കുടെ കണ്ടീഷൻ എന്താ? യൂണിഫോം ആക്സലറേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ കൂടെ വി ടി ഗ്രാഫിൻ്റെ എന്തും കൂടെ കോൺസ്റ്റൻ്റ് ആവും? സ്ലോപ്പും കൂടെ കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ നോക്കിയാൽ അറിയാം, ഈ കാണുന്ന ഗ്രാഫിൻ്റെ ചരിവ് അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഈ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള ഐഡിയ. അത് മനസ്സിലാക്കാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗ്രാഫ് പരീക്ഷയ്ക്ക് ആവശ്യമായ രീതിയിൽ പൂർണ്ണമായിട്ടില്ല. നമ്മൾ അല്പം കൂടെ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിൻ്റെ വാല്യൂ ടി ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഞാനിവിടെ ഒറിജിനോടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഒറിജിൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈം ആക്സിസിലെ ദൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത്, ഇവിടം വരെയുള്ള ടൈമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടി ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ യു ഹാവ് 2 വെലോസിറ്റി. നമുക്ക് 2 വെലോസിറ്റികളുണ്ട്. അതിലൊന്ന് ഇനിഷ്യൽ വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് യു. ആ പോയിൻ്റ് ഇതാണ്. ഈ പോയിൻ്റ് കാണാമെന്ന് വിചാരിക്കുന്നല്ലേ? അല്പം ഗ്രാഫ് വലുതാക്കാം. ഈ പോയിൻ്റാണത്, ദാറ്റ് ഈസ് യു. ഇനിയൊരു വെലോസിറ്റി കൂടി ഇവിടെ പറയാനുണ്ട്. അത് ഈ ഹൈ വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ വെലോസിറ്റിയുടെ വാല്യൂ ആണ്, ദാറ്റ് ഈസ് വി. ആ പോയിൻ്റ് ഇവിടെയാണ്. തീർന്നില്ല, ഒരു കാര്യം കൂടെ വേണം നമുക്ക്. വി നീഡ് ഡോട്ടഡ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അതെന്തിനാണെന്നുള്ളത് പിന്നീട് മനസ്സിലാവും. ഇങ്ങനൊരു പാരലൽ ലൈനോടെ വരയ്ക്കണം. അവിടെ ഒരു പോയിൻ്റോടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്, ഈ പോയിൻ്റ്. നമ്മൾ എല്ലാ പോയിൻറ്റുകൾക്കും പേര് കൊടുക്കാൻ പോവുകയാണ്. ദിസ് ഇസ് പോയിൻ്റ് എ, ദിസ് ഇസ് പോയിൻ്റ് ബി, ആൻഡ് ലെറ്റ് ദിസ് ബി പോയിൻ്റ് സി. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ലെറ്റ് ദിസ് പോയിൻ്റ് ബി ഡി. ഇപ്പോൾ ഗ്രാഫ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദർ ഈസ് എ പോയിൻ്റ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. ഈ ദൂരം, ദാറ്റ് ഈസ് ബി സി ഈക്വൽ ടു, നിങ്ങൾക്കറിയാം, ഈ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി യു ആണ്. ഈ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി വി ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള വെലോസിറ്റി മൈനസ് ഇവിടം വരെയുള്ള വെലോസിറ്റിയാണ്. സോ ദാറ്റ് ഷോസ് ബി സി ഈക്വൽ ടു വി മൈനസ് യു. ഓക്കെ, ഒരുമിച്ച് എഴുതണോ? കൺഫ്യൂഷൻ ആക്കണ്ട, ഒരുമിച്ച് തന്നെ എഴുതാം. ബി സി ഈക്വൽ ടു വി മൈനസ് യു. അപ്പോൾ അത് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഫിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേഷൻ ഈസി ആയിട്ട് ഡെറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഗ്രാഫ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ വളരെ വേഗത്തിൽ ഡെറൈവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡെറൈവ് ചെയ്യേണ്ട കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ദ വെലോസിറ്റി ടൈം റിലേഷൻ. ഫസ്റ്റ് വൺ ഈസ് വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ഡെറൈവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പരിഗണിച്ച അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അത് തന്നെയാണ് കൺസെപ്റ്റ്. അപ്പോൾ എഴുതാൻ കേട്ടോ, ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദാറ്റ് ഈസ്
ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ എന്ന് പറയുമ്പോൾ വൈ വാല്യൂയിലുള്ള ചേഞ്ച്, ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂയിലുള്ള ചേഞ്ച്. സോ അത് ഗ്രാഫിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബി സി ഡിവൈഡഡ് ബൈ എ സി. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചോണം. ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ വേരിയേഷൻ, അത് ഇത്രയുമാണ്, ദാറ്റ് ഈസ് ബി സി. ദെൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള വേരിയേഷൻ, അത് ഇത്രയുമാണ്, അത് ഇത്രയും തന്നെയാണ്, 0 മുതൽ ടി വരെ, ദാറ്റ് ഈസ് ടി. അതിനാണ് നമ്മൾ എ സി എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഒ മുതൽ ഡി വരെയുള്ള ദൂരം തന്നെയാണ് എ മുതൽ സി വരെയുള്ള ദൂരം, അതുകൊണ്ട് എ സി. അല്ലെങ്കിൽ ഒ ഡി എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്, സെയിം ദൂരം തന്നെയാണ്, ഗ്രാഫിൽ നിന്ന് വ്യക്തമാണ്. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി, എന്താണ്, വി മൈനസ് യു ആണ്. അപ്പോൾ വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ മുതൽ സി വരെ, അതുതന്നെയാണ് ഒ മുതൽ ഡി വരെയും, ആ വാല്യൂ എത്രയാണ്, ടി ആണ്. സോ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെയുള്ള ഈ ടിയെ ലെഫ്റ്റിൽ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയാൽ വിൽ ഗെറ്റ് എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടി. ഇത് വളരെ സിമ്പിളായിട്ട് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ദിസ് ഈസ് ദി ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണത് വെലോസിറ്റി ടൈം റിലേഷൻ. ഐഡിയ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സ്പെസിഫിക് ആയിട്ട് അറിയിച്ചാൽ കൃത്യമായ ഉത്തരം നൽകാം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേഷൻ കഴിഞ്ഞു. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് അത്. 1, 2, 3, നാലാമത്തെ സ്റ്റെപ്പ് റിസൾട്ടാണ്, പ്ലസ് ഈ ഗ്രാഫ് മാത്രം. ഓക്കെ, അടുത്ത ഡെറിവേഷനിലേക്ക് പോകണം. അടുത്തതായി നമുക്ക് ഡെറൈവ് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. ഒരേ സ്ക്രീനിൽ ഗ്രാഫ് കൂടെ കാണാമല്ലോ എന്നോർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കോപ്പി, അടുത്ത പേജിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാം. വന്നില്ലേ? ആ, കിട്ടി. യെസ്. Then our next derivation is position time relation. The second one is position time relation. പൊസിഷൻ ടൈം റിലേഷനാണ് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളുക. ഇവിടെ ഉപയോഗിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്, ഒരു വി ടി ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ റിവൈസ് ചെയ്തതുമാണ്, പാഠഭാഗങ്ങൾ എടുത്തപ്പോൾ പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ വി ടി ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി കർവ്, അല്ലേ, ഏരിയ അണ്ടർ ദി കർവ്. അപ്പോൾ വീണ്ടും എസ് ഈസ് ഈക്വൽ ടു, ഈ ഏരിയ അണ്ടർ ദി കർവ് നോക്കിയാൽ ഞാൻ ഇപ്പോൾ ഈ റെഡിൽ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനാണ്. ആ പോർഷൻ അങ്ങനെ തന്നെ നമുക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതിന് കാരണം അതിൻ്റെ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, ഒരു ട്രപ്പീസിയമാണ്. അപ്പോൾ അങ്ങനെ പരിഗണിക്കുന്നതിനേക്കാൾ എളുപ്പം ഈ മൊത്തം ഏരിയയെ രണ്ടായിട്ട് പകുത്ത് പരിഗണിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് പിന്നെ ബാക്കിയുള്ളൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് അങ്ങനെ തന്നെ എഴുതും. ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നെഴുതാം. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയുകയും ചെയ്യാം. ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷൻ എഴുതുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ട്രയാങ്കിളിൻ്റെ ഇക്വേഷനും റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷനും എഴുതിയിട്ട് കൂട്ടുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. സോ ബാക്കി കാര്യങ്ങൾ എഴുതാം. എസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഹാഫ് ബി എച്ച് പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു വന്നാൽ ഈ ട്രയാങ്കിളിൻ്റെ, ഓക്കെ, ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇത്രയുമാണ്, ശരിയല്ലേ, എ മുതൽ സി വരെ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ്, ശരിയല്ലേ, ബി മുതൽ സി വരെ. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സി സിക്വൽ ടു ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി, ഓക്കെ അല്ലേ, പ്ലസ് നമ്മുടെ റെക്റ്റാങ്കിളിലേക്ക് ശ്രദ്ധിക്കുക. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ സി. അതിനുശേഷം ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗമാണ്, ദാറ്റ് ഈസ് സി ഡി. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെങ്ത് എ സി ഇൻറ്റു ബ്രെഡ്ത്ത് സി ഡി. ഇനി ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ശ്രദ്ധിച്ച് കാണുക. വളരെ സിമ്പിളാണ്. ഹാഫ് ഇൻറ്റു എ സി നിങ്ങൾക്കറിയാം, എ മുതൽ സി വരെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ മുതൽ ഡി വരെ, ദാറ്റ് വാല്യൂ ഈസ് ടി. സോ ടി ഇൻറ്റു ദെൻ യു ഹാവ് ബി സി. ബി സി ഓൾറെഡി അറിയാം, എത്രയാണ്, വി മൈനസ് യു ആണ്, വി മൈനസ് യു. ഓക്കെ, പ്ലസ് അടുത്തതായിട്ടുള്ളത് എ സി ആണ്,
ദാറ്റ് മീൻസ് എ മുതൽ സി വരെ ആ വാല്യൂ ടി ആണെന്ന് നമുക്കറിയാം. സോ ടി ഇൻറ്റു അടുത്തത് സി ഡി ആണ്. ഇത് നമ്മൾ മുമ്പിൽ ചെയ്തതല്ല, പുതിയ ഐഡിയ ആണ്. സി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒ മുതൽ എ വരെയുള്ള അതേ നീളം തന്നെയാണ് സി മുതൽ ഡി വരെയും ഉള്ളത്. അപ്പോൾ ഇതിവിടെ 0 ആണ് വാല്യൂ, ഈ പോയിൻറ്റിലെ വാല്യൂ യു ആണ്. അപ്പോൾ ഇറ്റ് ഈസ് യു മൈനസ് 0 ഇസ് യു ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് ഇതിനെ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? ഇവിടെ ഒരു ചെറിയ കാര്യം പറയുകയാണ്, ശ്രദ്ധിച്ച് കേട്ടുള്ള. വി മൈനസ് യു എന്താണെന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ഡെറിവേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. ഇങ്ങനെ മുൻപുള്ള ഡെറിവേഷനിൽ നിന്നും റെഫറൻസ് പോയിൻറ്റുകൾ എടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് പഠിക്കുമ്പോൾ ഒറ്റയടിക്ക് പഠിക്കണം, അപ്പോഴാണ് ഈ ബന്ധം മനസ്സിലാവുള്ളൂ. ദറ്റ് ഇസ് വി മൈനസ് യു ഈക്വൽ ടു എ ടി. അപ്പോൾ നമ്മൾ വി മൈനസ് യു ഉള്ള ഭാഗത്ത് എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളുക, അങ്ങോട്ട് ചിലപ്പോൾ മാറ്റി എഴുതാം. എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി പ്ലസ് യു ടി. ശരിയല്ലേ? കുറേ എസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, ടി ഇൻറ്റു ടി, ടി സ്ക്വയർ. സോ ദ ഇക്വേഷൻ ഫസ്റ്റ് ടേം ഹാഫ് എ ടി സ്ക്വയർ എന്നായി പ്ലസ് യു ഇൻറ്റു ടി എന്നായി. ഇതൊരല്പം കൂടെ മോഡിഫൈ ചെയ്ത് ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ യു ഹാവ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദിസ് ഈസ് ദി സെക്കൻഡ് കൈനമാറ്റിക് ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് കൈനമാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഹെഡിങ്ങിൽ പരാമർശിച്ചതുപോലെ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു അല്പം ലെങ്തി ആയിട്ട് ഒരു പക്ഷേ തോന്നിയേക്കാം, ഒരല്പം ലെങ്തി ആയിട്ട്. ബട്ട് ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഗ്രാഫിലേക്ക് കൃത്യമായി നോക്കിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഡെറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. ഇനി ഒരു ഡെറിവേഷൻ കൂടെ ഉണ്ട്, മൂന്നാമത്തേത്. ദാറ്റ് ഡെറിവേഷൻ ഈസ് കോൾഡ് തേർഡ് വൺ ആസ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. അതിനുവേണ്ടി ഞാൻ ഗ്രാഫ് ഒരിക്കൽ കൂടി ഒന്ന് കോപ്പി ചെയ്യാനുണ്ടോ. ദിസ് ഈസ് അവർ ഗ്രാഫ്. ദെൻ ലെറ്റ് സ്റ്റാർട്ട് ഡെറൈവിങ്. ഇവിടുത്തെ ഇക്വേഷൻ, സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാണ്. ഞാൻ ഐഡിയ മാത്രം ഒന്ന് എഴുതാം. വി ആവറേജ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അവിടുന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നൊരു കൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് എഴുതാം. ഇത് പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് മൈൻഡിൽ ഉണ്ടായാൽ മതിയാകും. പരീക്ഷയ്ക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇതല്ല. സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇങ്ങനെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എസ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി, ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക, വി പ്ലസ് യു ബൈ 2, ദറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി. ദെൻ യു ഹാവ് ടൈം. ഇത് ആവറേജ് വെലോസിറ്റി ടൈമാണ്, ആവറേജ് വെലോസിറ്റിയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ടൈമാണ് വേണ്ടത്. ടൈമിൻ്റെ ഇക്വേഷൻ ഞാൻ ഇങ്ങനെയാണ് എഴുതാൻ പോകുക. ഞാൻ സ്ട്രൈറ്റ് അവേ എഴുതാം, അതിനുശേഷം എങ്ങനെയാണ് വന്നതെന്ന് പറയാം. വി മൈനസ് യു ബൈ എ എന്ന് ആണ് ടൈമിന് എഴുതിയത്. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് പറയാം. നമുക്കറിയാം വി മൈനസ് യു ഈക്വൽ ടു എ ടി. അത് ഫസ്റ്റ് ഡെറിവേഷൻ അവിടെ നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ ആദ്യം ഡെറൈവ് ചെയ്ത വെലോസിറ്റി ടൈം റിലേഷനിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ഇവിടുന്ന് വി മൈനസ് യു ബൈ എ ഈക്വൽ ടു ടി എന്ന് എഴുതാം. ശരിയാണല്ലോ? ഈ ടിയുടെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്ലിയർ? ഓക്കെ. അപ്പോൾ അത് വന്ന വഴി മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡെറിവേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ച് നോക്കിക്കോളുക, യു ഹാവ് വി പ്ലസ് യു ബൈ 2 ആൻഡ് വി മൈനസ് യു ബൈ എ. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിസൾട്ട് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a എന്നാണ്. ഓക്കെ. ഇതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇനി അതല്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് ഫൈനലൈസ്ഡ് ഒന്ന് മോഡിഫൈ ചെയ്യാം. ദറ്റ് ഈസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ദിസ് ഈസ് അവർ തേർഡ് ആൻഡ് ലാസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ. ഇതാണ് നമ്മൾ മൂന്നാമതും ലാസ്റ്റുമായിട്ട് ഡെറൈവ് ചെയ്യുന്ന ഈ ഒരു സെറ്റിലെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഡെറിവേഷനുകളാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്, വിട്ടുകളയാൻ പാടില്ല. നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഡെറിവേഷൻ്റെ ഏതെങ്കിലും സ്റ്റെപ്പിലോ കൺസെപ്റ്റിലോ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കൂടുതൽ റിവിഷൻ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.